നമ്മൾ ഇനി പോകുന്നത് ബീഹാറിലേക്കാണ്. ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യ പ്രചാരണത്തിന് ഉടൻ തിരശീല വീഴും. 18 ജില്ലകളിലായി 121 മണ്ഡലങ്ങളാണ് മറ്റന്നാൾ ജനവിധി തേടുന്നത്. മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ്, നിലവിലെ ഉപമുഖ്യമന്ത്രിയും BJP നേതാവുമായ സാമ്രാട് ചൌധരി തുടങ്ങിയവരാണ് ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രമുഖർ. പട്നയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി തത്സമയമുണ്ട്. ഗുഡ് ഈവനിംഗ് 24-ൽ. ശ്രീനാഥ്, പട്ന ഉൾപ്പെടെ ജില്ലകളിലേക്കാണ് മറ്റന്നാൾ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്, ആദ്യഘട്ടമാണ്. ഇപ്പോൾ കൊട്ടിക്കലാശത്തിന്റെയൊക്കെ സമയമാണെന്ന് തോന്നുന്നു. അവിടെ നിന്ന് നൽകാനുള്ള വിവരങ്ങൾ. അനുജ, നമ്മുടെ കേരളത്തിൽ കാണുന്നത് പോലെ വലിയ ഒരു കൊട്ടിക്കലാശം, എല്ലാ പാർട്ടികളും ഒരുമിച്ചെത്തി നടത്തുന്ന കൊട്ടിക്കലാശങ്ങൾ യഥാർത്ഥത്തിൽ പട്നയിൽ എവിടെയും തന്നെ അങ്ങനെയില്ല. സ്ഥാനാർത്ഥികളുടെ പ്രചാരണം മാത്രമായിരുന്നു. അത് 4 മണിയോടെ തന്നെ ഇപ്പോൾ സ്ഥാനാർത്ഥികളുടെ പ്രചാരണം അവസാനിപ്പിക്കുന്നു. ഇപ്പോൾ പാട്നയിലെ ഒരു ഹോട്ടലിലാണ് ഞാനുള്ളത്. ഇവിടെ അല്പസമയം മുമ്പ് കോൺഗ്രസിന്റെ ഒരു വാർത്താ സമ്മേളനം അശോക് ഗെഹ്ലോട്ടിന്റെ നേതൃത്വത്തിൽ നടന്നിരുന്നു. പവൻ ഖേരെ അടക്കമുള്ള നേതാക്കൾ അതിലുണ്ടായിരുന്നു. അവർ വിശദമായൊരു വാർത്താ സമ്മേളനം നടത്തി കഴിഞ്ഞു. അങ്ങനെ കോൺഗ്രസിന്റെ ഒരു പ്രചാരണം ഈ ഘട്ടത്തിൽ അവസാനിക്കുകയാണ്. ഒന്നാം ഘട്ടത്തിലുള്ള പ്രചാരണം ഏതാണ്ട് പാർട്ടികളൊക്കെ തന്നെ ഈ നിമിഷത്തോടെ അവസാനിപ്പിച്ചു എന്ന് തന്നെയാണ് നമുക്ക് ഓരോ മേഖലകളിൽ നിന്നുള്ള വിവരം തേടുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. 5 മണിവരെ സമയം, ഇനി ഏതാണ്ട് 10 മിനിറ്റ് മാത്രമേ ശേഷിക്കുന്നുള്ളൂ. വലിയ കൊട്ടിക്കലാശം കണക്കെയുള്ള ഒന്ന് കേരളത്തിൽ ഉള്ളതുപോലെ ഒന്ന് ഏതായാലും ബീഹാറില്ല. പക്ഷേ ഈ ബീഹാർ ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം അത് ദേശീയ തലത്തിൽ വരെ വളരെ പ്രാധാന്യമുള്ള, നമുക്കറിയാം NDAയുടെ നിലനിൽപ്പ് തന്നെ നിതീഷ് കുമാറിന്റെയൊക്കെ പിന്തുണയോടുകൂടിയാണ്. നിതീഷ് കുമാറിന്റെയും LJPയുടെയും ഒക്കെ പിന്തുണ NDAക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ദേശീയ നേതാക്കൾ നിരന്തരം ബീഹാറിലേക്ക് എത്തി, പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള നിരന്തരം എത്തി ഇന്നും അവരുടെ റാലികൾ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. മറുവശത്ത് മഹാസഖ്യമാവട്ടെ രാഹുൽ ഗാന്ധി അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ വലിയ പ്രചാരണം ആദ്യഘട്ടത്തിന് വേണ്ടി നടത്തിയിരുന്നു. ഏതായാലും ഇന്ന് പ്രധാനമായും നേതാക്കളൊക്കെ തന്നെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലായിരുന്നു കൂടുതൽ ഇന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെയൊക്കെ ക്യാമ്പയിനിങ് സ്ഥലങ്ങൾ പരിശോധിക്കുമ്പോൾ ഒക്കെ രണ്ടാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മേഖലകളിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ പോകുന്നു. ഏതായാലും ഇന്നിപ്പോൾ രാവിലെ ഏറ്റവും ശ്രദ്ധേയമായത് മഹാസഖ്യത്തിൽ നിന്ന് വന്ന ഒരു പ്രഖ്യാപനമാണ്. തേജസ്വി യാദവ്, മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ തേജസ്വി യാദവ് അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് ഈ ജനുവരി മാസം തന്നെ 30,000 രൂപ വീതം നൽകും എന്നുള്ള ഒരു വമ്പൻ പ്രഖ്യാപനം നടത്തി. കർഷകർക്കും അതുപോലെ താങ്ങുവിലയ്ക്ക് പുറമെ അവരുടെ ധാന്യത്തിന് ഒരു സപ്പോർട്ട്, ഒരു അധിക തുക നൽകും എന്നത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ സ്ത്രീകളെയും കർഷകരെയും ഒപ്പം നിർത്താനുള്ള ശ്രമം ഈ മഹാസഖ്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. കാരണം സമീപകാലത്ത് നടന്ന തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം അതാണ്. മധ്യപ്രദേശും മഹാരാഷ്ട്രയും ഒക്കെ തെരഞ്ഞെടുപ്പുകൾ നമ്മൾ കവർ ചെയ്തതാണ്. അവിടെയൊക്കെ അവസാന നിമിഷം ഫലം വലിയ രീതിയിൽ മാറുന്നതിൽ നിർണായകമായത് സ്ത്രീകളുടെ ഒരു വോട്ടിംഗ് തന്നെയായിരുന്നു. സ്ത്രീകളൊപ്പം നിർത്തുക എന്നത് പ്രധാനപ്പെട്ടതാണ്. നേരത്തെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പാണ് സ്ത്രീകൾക്ക് റോസ്ഗാർ യോജന എന്ന പേരിൽ 10,000 രൂപ സപ്പോർട്ട്, ഒരു സഹായം നൽകുന്ന പദ്ധതി നിതീഷ് കുമാർ പ്രഖ്യാപിക്കുന്നതും 2 ഗഡു ഇതിനോടകം തന്നെ നൽകി കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നതിനുള്ളിൽ തന്നെ 3ാം ഗഡുവും കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രഖ്യാപിച്ചതിനാൽ ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ഒരു തടസ്സം ആ ഗഡു നൽകുന്നതിൽ ഉണ്ടാകില്ല. അങ്ങനെ വീണ്ടും ഒരിക്കൽ കൂടി 10,000 രൂപ ഈ വോട്ടർമാരുടെ അക്കൗണ്ടുകളിലേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഈ ഒരു NDAയുടെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു വെൽഫെയർ സ്കീമുകളെ മറികടക്കാൻ, ഉണ്ടാക്കാവുന്ന ക്ഷീണം മറികടക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ തേജസ്വി യാദവ് 30,000 രൂപ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെ വെൽഫെയർ സ്കീമുകൾ തമ്മിലുള്ള ഒരു പോരാട്ടമായി സംസ്ഥാനത്ത് മാറുന്നുണ്ട്. സ്ത്രീകളൊപ്പം നിർത്തുന്നതിന് വേറെയും കാരണങ്ങളുണ്ട്. കാരണം കഴിഞ്ഞ ഏറ്റവും ഒടുവിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ വോട്ട് ചെയ്തിരിക്കുന്നത് സ്ത്രീകളാണ്. വോട്ടർമാരുടെ എണ്ണം പരിശോധിക്കുമ്പോൾ ബീഹാറിൽ പുരുഷന്മാരാണ് കൂടുതൽ. ഏതാണ്ട് 4 കോടിക്കടുത്ത് പുരുഷ വോട്ടർമാരുണ്ട്, ഏതാണ്ട് 3.5 കോടി സ്ത്രീ വോട്ടർമാരുണ്ട്. പക്ഷേ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുമ്പോൾ അതിൽ കൂടുതൽ 166 മണ്ഡലങ്ങളിലെങ്കിലും സ്ത്രീകളാണ് കൂടുതലായി വോട്ട് ചെയ്തത് എന്നത് ഒരു കണക്കാണ്. അതുകൊണ്ട് സ്ത്രീ വോട്ടർമാർ പരമാവധി ഒപ്പം നിർത്തേണ്ടത് രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രധാനമാണ്. അതുകൊണ്ടാണ് ഈ അവസാന ഘട്ടത്തിൽ, ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അവസാനിക്കുന്ന ഘട്ടത്തിൽ ഇന്ന് രാവിലെ 30,000 രൂപ എന്ന വലിയൊരു പ്രഖ്യാപനം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിന് പുറമെ ഓരോ കുടുംബത്തിലും ഒരു സർക്കാർ ജോലി എന്ന വമ്പൻ പ്രഖ്യാപനം ഈ മഹാസഖ്യം നടത്തിയിട്ടുണ്ട്. അത് എത്രത്തോളം സാമ്പത്തികമായി പ്രായോഗികമാണ് എന്ന ചോദ്യങ്ങളും സംശയങ്ങളൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ BJP ആവട്ടെ 1 കോടി തൊഴിലവസരങ്ങൾ സർക്കാർ മേഖലയിൽ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന വാഗ്ദാനം മുന്നോട്ട് വെച്ചാണ് മഹാസഖ്യത്തിന്റെ പ്രകടന പത്രികയെ മറികടക്കാനുള്ള ശ്രമം നടത്തിയത്. ചുരുക്കത്തിൽ ഇങ്ങനെ അക്കമിട്ട് നിരത്തി ക്ഷേമ പദ്ധതികൾ തമ്മിലുള്ള ഒരു പോരാട്ടമായി അവസാന നിമിഷം ഈ ബീഹാറിലെ
തെരഞ്ഞെടുപ്പ് മാറുന്നുണ്ട്. ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കാൻ ഇനിയിപ്പോൾ ഒരു ദിവസത്തെ മാത്രം ഒരു ഗ്യാപ്പാണ് അവിടെ ഉള്ളത്. 121 സീറ്റുകളിലേക്ക് 18 ജില്ലകളിലായി പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ വോട്ട് തേടുന്നുണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ. അതിൽ തന്നെ തേജസ്വി യാദവ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് മഹാസഖ്യത്തിന്റെ. ഒപ്പം തന്നെ ഉപമുഖ്യമന്ത്രിമാർ BJPയുടെ നിലവിലെ ഉപമുഖ്യമന്ത്രിയായ സാമ്രാജ് ചൗധരി അടക്കമുള്ളവർ, മൈഥിലി താക്കൂർ എന്ന ഗായിക അടക്കമുള്ള പ്രമുഖരൊക്കെ ആദ്യഘട്ടത്തിൽ തന്നെ വോട്ട് തേടുന്നുണ്ട്. ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അതിനെ സംഘർഷഭരിതമാക്കിയത് മൊക്കാമ മണ്ഡലമാണ്. മൊക്കാമയിൽ ഒരു പ്രധാനപ്പെട്ട നേതാവ്, ജൻ സ്വരാജ് പാർട്ടിയുടെ നേതാവ് ദുലാർ ചന്ദ് യാദവ് കൊല്ലപ്പെട്ടത് വലിയ ചർച്ചയായിരുന്നു. സംസ്ഥാനത്തെ ക്രമസമാധാന നിലയെക്കുറിച്ചുള്ള ചർച്ചകൾ അവസാന ഘട്ടത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നത് യഥാർത്ഥത്തിൽ ദുലാർ ചന്ദ് യാദവിന്റെ കൊലപാതകമായിരുന്നു. അതിൽ JDU നേതാവായ ആനന്ദ് സിംഗിനെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. ഏതായാലും മൊക്കാമയും ഇന്നിപ്പോൾ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ജനവിധി തേടുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ്. അവിടെ പ്രത്യേക സുരക്ഷ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരെ, നേരത്തെ ഉണ്ടായിരുന്ന SP അടക്കമുള്ളവരെ സസ്പെൻഡ് ചെയ്ത് പുതിയ ഉദ്യോഗസ്ഥരെ അവിടെ നിയോഗിച്ചിട്ടുണ്ട്. അനുജ, ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യപ്രചാരണത്തിന് അല്പസമയത്തിനകം തിരശ്ശീല വീഴും. 18 ജില്ലകളിലായി 121 മണ്ഡലങ്ങൾ മറ്റന്നാൾ ജനവിധി തേടും. അതിൽ ഇപ്പോൾ ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങൾ നൽകിയ പറ്റ്ന ഉൾപ്പെടെയുള്ളത് ഉണ്ട് എന്നതാണ്. തേജസ്വി യാദവ് ജനവിധി തേടുന്ന ഏറ്റവും പ്രമുഖനാണ് ആദ്യഘട്ടത്തിൽ. ഒപ്പം നിലവിലെ ഉപമുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ, സാമ്രാജ് ചൗധരി ഉൾപ്പെടെയുള്ളവർ ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്നുണ്ട്. ബീഹാറിൽ നിന്നാണ് ശ്രീനാഥ് ചന്ദ്രൻ പറ്റ്നയിൽ നിന്ന് തത്സമയം വിവരങ്ങൾ നൽകുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.